വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി PA സലീമിനെ ആന്ധ്രയിൽ നിന്ന് പോലീസ് പിടികൂടി. പിടികൂടാനായി പോലീസിനെ സഹായിച്ചത് വീട്ടിലേക്കുള്ള ഫോൺ വിളിയാണ്. മദ്യപിച്ച് റോഡിൽ വീണുകിടന്ന ആളിൻ്റെ മൊബൈലെടുത്ത് സലീം ബന്ധുക്കളെ വിളിച്ചതാണ് പ്രതിയെ പോലീസിനരികിലെത്തിച്ചത്. മെയ് 15 പുലർച്ചെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും സ്വർണം കവർന്ന ശേഷം വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. കൃത്യം നടത്തിയ ശേഷം സലീം ആന്ധ്രയിലേക്ക് കടന്നു. കർണാടക ആന്ധ്ര അതിർത്തിയിലെ റായ്ചൂരിൽ ഇയാൾ മുൻപ് ജോലി ചെയ്തിരുന്നു. അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട പെൺസുഹൃത്ത് താൽക്കാലിക അഭയം നൽകുമെന്ന പ്രതീക്ഷയിലാണ് പോയത്. എന്നാൽ പോലീസ് പെൺസുഹൃത്തിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. മദ്യപിച്ചു വീണുകിടക്കുന്ന ഒരാളുടെ ഫോൺ സംഘടിപ്പിച്ച് ഇയാൾ ഭാര്യയെയും സുഹൃത്തുക്കളെയും വിളിച്ചതോടെ പോലീസ് ലൊക്കേഷൻ മനസ്സിലാക്കി. ആന്ധ്രയിലെ അഡോണി ആയിരുന്നു ലൊക്കേഷൻ. പിന്നീട് ഈ നമ്പർ സ്വിച്ച് ഓഫ് ആയി. പിന്നാലെ 6ലേറെ നമ്പറുകളിൽ നിന്ന് ഇയാൾ നാട്ടിലേക്ക് വിളിച്ചിരുന്നു. എല്ലാത്തിൻ്റെയും ലൊക്കേഷൻ അഡോണിയും പരിസരങ്ങളുമായിരുന്നു. പ്രതി പരിസരത്ത് തന്നെയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അഡോണിയിൽ വ്യാപക തിരച്ചിൽ നടത്തി. അഡോണിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകാനായിരുന്നു പ്രതിയുടെ പദ്ധതി. അഡോണി റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും ട്രെയിനിൽ കയറാനായില്ല. മഫ്തിയിൽ കാത്തിരുന്ന പോലീസ് സംഘം പ്രതിയെ സ്റ്റേഷനടുത്തുള്ള ഹോട്ടലിൽ നിന്നും പിടികൂടി. കൃത്യം നടന്ന ദിവസവും പിടിയിലായ ദിവസവും ഇയാൾ ധരിച്ചിരുന്നത് ഒരേ വസ്ത്രമായിരുന്നു. പ്രതിയെ തിരിച്ചറിയാൻ ഇത് പോലീസിനെ കൂടുതൽ സഹായിച്ചു. 100-ലധികം CCTV ദൃശ്യങ്ങളും പ്രതിയിലേക്ക് എത്തുന്നതിന് പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. പിള്ളേര് പീടിക എന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യത്തിൽ കൃത്യം നടന്ന ദിവസം ഇയാൾ പ്രദേശത്തുള്ളതായി തെളിഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീട്ടിൽ കയറി അവിടെയുണ്ടായിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ച് ഇയാൾ കടന്നു കളഞ്ഞിരുന്നു. 2 സംഭവങ്ങളിലും പ്രതി ധരിച്ചിരുന്നത് ഒരേ വസ്ത്രമാണ്. നടക്കുന്നതടക്കമുള്ള ശരീരചലനങ്ങളിലെ സാമ്യത തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം പ്രതി ഒരാൾ തന്നെയാണെന്നുറപ്പിച്ചു. കുടക് സ്വദേശിയായ സലീം 16 വർഷങ്ങൾക്ക് മുമ്പാണ് കാഞ്ഞങ്ങാടിൻ്റെ തീരദേശ മേഖലയിലെ സ്ത്രീയെ വിവാഹം കഴിച്ച് ഇവിടെ താമസം തുടങ്ങിയത്. ഈ ബന്ധത്തിൽ 4 മക്കളുമുണ്ട്. പ്രതിയുടെ ഭാര്യ വീടും പീഡനത്തിനിരയായ കുട്ടിയുടെ വീടും തമ്മിൽ 1 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അധികം ആരോടും സൗഹൃദം സ്ഥാപിക്കാത്ത സലീം മറ്റാരെ വിളിച്ചില്ലെങ്കിലും ബന്ധുക്കളെയും കൂട്ടുകാരെയും വിളിക്കുമെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. കണ്ണൂർ DIG തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം.